ഹലോ ഹലോ, മിസ്റ്റർ മഹേഷ് അല്ലേ? ആക്ടർ നീൽ മഹേഷിന്റെ അച്ഛൻ. അതെ, നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ. നിങ്ങളുടെ വീട്ടിൽ വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. അപകടം? എന്തപകടം? എന്താ വിളിച്ച? ആർക്കാ അപകടം? വേണ്ടല്ലേ. ആരാ നിങ്ങൾ? എന്തപകടത്തെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ ആരാന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇപ്പോ കാവ്യ വസ്ത്രം ധരിച്ചൊരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നില്ലേ? അയാളാണ് ഞാൻ പറഞ്ഞ അപകടം. നിങ്ങൾ എന്തൊക്കെ അസംബന്ധങ്ങളായി പറയുന്നേ? കാവ്യ വസ്ത്രം ധരിച്ചു വന്നതേ ഒരു വൈദ്യനാ, ഏറാടി വൈദ്യൻ. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? നിങ്ങളെ അയാൾ മനോഹരമായി കബളിപ്പിച്ചു. അയാൾ വൈദ്യനുമല്ല, ആരുമല്ല. വൈദ്യനല്ലേ? അല്ല. പിന്നെ അയാളാരാ? അയാളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ വൈദ്യനാണോന്ന് നിങ്ങളൊന്ന് രഹസ്യമായി അന്വേഷിച്ചു നോക്ക്. അപ്പോഴറിയാം സത്യം. അയാള് എന്റെ വീട്ടിൽ വന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കട്ടായി. ആരാ വല്യച്ഛ വിളിച്ചത്? ഒരു സ്ത്രീയാ. വല്യച്ഛന് ഇതിനാ ഒരു ടെൻഷൻ? അവരെന്താ പറഞ്ഞത്? നമ്മുടെ വീട്ടില് എന്തോ അപകടം വരാൻ പോകുന്നു. ഇവിടെ നേരത്തെ വന്ന ഏറാടിയില്ലേ? ആ വൈദ്യനോ? ആ സ്ത്രീ ഇപ്പൊ പറഞ്ഞത് അയാള് വൈദ്യനല്ലെന്നാ. വൈദ്യനല്ലെന്നോ? അയാള് കാവ്യവേഷത്തിൽ നമ്മളെ കബളിപ്പിക്കാൻ വന്ന ഒരാളാണത്രേ. നമ്മളെ കബളിപ്പിച്ചിട്ട് അയാൾക്ക് എന്താ കാര്യം? സത്യത്തിൽ ആരാ അയാള്? ഒരു പിടിയില്ല. വൈദ്യരല്ലെങ്കിൽ പിന്നെ അയാളെ വേട്ടത്തിനും തമ്മിൽ എന്താ ബന്ധം? അയാൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടതിന്റെ പിന്നില് വേറെ ആരെങ്കിലും ഉണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. അതെ, കഴിഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് രണ്ടുപേരും ഇങ്ങനെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ നിൽക്കണ്ട. വഴക്കും പിണക്കും ഒക്കെ ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാവാം. ഗൗരി, സന്തോഷത്തോടെ വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. ഞങ്ങളായിട്ട് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല, പോരെ? അത് മതി. ആ ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നാ മതി. വാ, വരാൻ. വാ. ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തോളാം. ശരി കേട്ടോ. വെൽക്കം സർ. സാരി സെക്ഷൻ എവിടെ? ദാ അവിടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഷിയാദ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു സാർ. കുറച്ച് നാളായല്ലോ സാർ ഇങ്ങോട്ട് വന്നിട്ട്. സാറ് മാത്രമല്ല, മാഡവും. കുറച്ച് സ്പെഷ്യൽ സാരീസ് വന്നിട്ടുണ്ട്. കാഞ്ചീപുരത്ത് ഞങ്ങളുടെ തരകളിൽ തന്നെ നെയ്യുന്നതാ. ഓക്കെ, വരും മേഡം. ഗൗരി. രാജീവേട്ടാ. രാജീവേ, നീ എപ്പോ എത്തി? കുറച്ചു നേരം ആയളിയാ. നിങ്ങളെ കാണാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ചുറ്റിയടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. അതിന് ഞങ്ങൾ ഇന്നിവിടെ വരുന്നുണ്ടെന്ന് രാജീവനോട് ആര് പറഞ്ഞു? അയ്യോ, ആരും പറഞ്ഞതല്ല. എനിക്ക് കുറച്ച് ഡ്രസ് എടുക്കാൻ വന്നതാ. അപ്പോഴാ നിങ്ങളെ കണ്ടത്. ഏട്ടൻ സ്ഥിരമായിട്ട് ഇവിടെയാ വരുന്നത് അല്ലേ ഏട്ടാ? അതെ അതെ, ഗൗരി പറഞ്ഞതാ സത്യം. അതെ, എന്നാ പിന്നെ പർച്ചേസ് നമുക്ക് ഒരുമിച്ചാവാം. ഇന്ന് മുഴുവൻ എന്റെ ചെലവാ. ആണോ അളിയ?
എന്നാ ഇന്ന് ഞാൻ പൊളിക്കും. ചേച്ചി സുഖമല്ലേ? ആ സുഖായിരിക്കുന്നു. അല്ല രാജീവേ, ഷോപ്പിങ്ങിന് അമ്മയെ കൂടി കൊണ്ടുവരാത്ത എന്താ? ഓ, അമ്മയ്ക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ആ പിന്നെ നമുക്ക് സമയം കളയാതെ പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗൗരി, മുടി ഷാമ്പ് ചെയ്തോ? വരൂ സർ, നമ്മുടെ പുതിയ കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു. ശരി, എന്താ നോക്കിക്കോളൂ സർ. ഗൗരി, നോക്ക്. ഇത് കൊള്ളാല്ലേ? ഹലോ, നീ തിരിഞ്ഞൊന്ന് വലത്തോട്ട് നോക്ക്. ആ, എന്താടി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയോ? എന്തിനാ നിങ്ങളിങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നേ? ദയവ് ഇതെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞത് കേൾക്കാതെയാ അന്ന് നീ ആ സ്ത്രീയോടൊപ്പം വന്നത്. അവരെന്റെ തലയിൽ നിന്നെ കെട്ടിവെക്കാൻ നോക്കി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നീ ഒന്ന് ഇവിടേക്ക് വാ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നന്ദിനി, ഒരു 2 മിനിറ്റ്. അതിന് നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള തെളിവുകൾ മൊത്തം ഞാൻ നിന്റെ കെട്ടിയവൻ അങ്ങ് അയച്ചു കൊടുക്കും. അരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ വരാൻ നോക്കാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ ഇനി ശല്യപ്പെടുത്താനാണോ? നന്ദിനി, നീ ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് നിന്നെ ശല്യപ്പെടുത്താൻ ഒരു ഉദ്ദേശവുമില്ല. പിന്നെ എന്തിനെങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നേ? അവരാരെങ്കിലും കണ്ട അതോടെ തീരും എന്റെ ജീവിതം. ശരി, ഞാൻ ഈ നാട് വിട്ടു പോവാം. പിന്നീട് ഒരിക്കലും ഞാൻ നിന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യില്ല. എന്നാ പിന്നെ അതങ്ങ് ചെയ്തൂടെ നിങ്ങക്ക്? ഒരിക്കലൊന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രയും വലിയ ശിക്ഷ ഞാൻ അനുഭവിക്കണോ? വേണ്ട, നീ ഇനി ഒരു ശിക്ഷ അനുഭവിക്കണ്ട. പക്ഷേ എനിക്ക് കുറച്ച് പണം വേണം. ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? ആ അതെ, അത് നീ എനിക്ക് തന്നേ പറ്റും. അത് തന്നാ ഞാൻ പൊയ്ക്കോളാം. അതൊന്നും നടക്കില്ല. എന്റെ കയ്യിൽ പണമില്ല. അല്ലെങ്കിലും ഞാനെങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കും? അതൊന്നും എനിക്കറിഞ്ഞൂടാ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പണം കിട്ടണം. തന്നേ പറ്റും. ഞാൻ നിന്നെ നാളെ വിളിക്കും. എനിക്ക് വേറെ വഴിയില്ല. അയ്യോ സ്വാതിയെടുത്തി, നിങ്ങൾ വേഗം പോ. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ നാളെ വിളിക്കും. പണം റെഡിയാക്കി വെക്കണം. ഓക്കെ? എന്താടി നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാഷ്റൂമിൽ പോയതാ. വാഷ്റൂമിലോ? ആ, എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നിട്ട് പോയോ? പോയി. നിന്നെ കാണാത്തോണ്ട് തിരക്കി വന്നതാ ഞാൻ. വാ വാ. നിങ്ങൾക്കൊക്കെ സാരി മതിയോ അതോ വേറെ വല്ലതും വേണോ? സാരി വേണം, പിന്നെ കുറച്ച് മോഡേൺ ഡ്രസ്സും വേണം അല്ലേ? നന്ദിനിക്കോ? എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സ് വേണം. സാരി 1-2 മതി. അതൊന്ന് കാണിച്ചേ. സ്വാതി, താൻ ഇവർക്ക് വേണ്ടൊക്കെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോ വരാം. അതല്ല, ഏട്ടൻ എങ്ങോട്ട് പോകുന്നു? അതെ, ഗിരിക്കൊരു ഡ്രസ്സ് നോക്കണം. എന്നാ ഞാനും കൂടി വരേട്ടാ. ഏയ് വേണ്ട, ഇത് അവനുള്ള എന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. നോക്ക് നോക്ക് നീ. ദേ, ഇത് നോക്കി നോക്കി നോക്കി. അയ്യോ സൂപ്പർ.
നമസ്കാരം. ഒരു സെൽഫി. അതിനെന്താ? താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ദേ ഇത് നോക്ക്. സുന്ദരിയായിട്ടുണ്ട്. ഇത് നന്നായിട്ടില്ലേ? അല്ലേ? സുന്ദരി. ഇത് കൊള്ളാം. ഇതും കൊള്ളാം. ആണോ? ഇല്ല, എടുത്തു. ഹലോ. ആ മോളെ, ഞാനാ. എത്ര തവണ ഞാൻ മോളെ വിളിച്ചു, പക്ഷേ മോള് ഫോൺ എടുത്തില്ല. എടുത്തിട്ട് ഞാൻ നിങ്ങളോട് എന്ത് പറയാനാ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ എന്റെ ജീവിതത്തിലില്ല. അങ്ങനെ പറയല്ലേ മോളെ. എത്ര ശ്രമിച്ചാലും പിഴുതെറിയാൻ കഴിയാത്ത ചില ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത്. എന്നിട്ടാണോ ഞാൻ ഇങ്ങനെയായത്? മോളെ, ഓക്കെ, ഞാൻ നേരിട്ട് പറയാം. ഞാനിവിടെ തന്നെ ഉണ്ട്, ഈ ഷോപ്പില്. ഇവിടെയോ? അതെ, ഷോപ്പിന്റെ മുൻഭാഗത്ത് കൗണ്ടറിനടുത്തുണ്ട് ഞാൻ. എനിക്ക് മോളോട് 2 മിനിറ്റ് സംസാരിക്കണം. വളരെ അത്യാവശ്യ. ഞാൻ മോളുടെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. ഈശ്വര, വീട്ടിലോ? എന്നെ അന്വേഷിച്ച് അവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ജീവന്റെ കാര്യമായതുകൊണ്ടല്ലേ മോളെ. മോള് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോയേക്കാം. പറ്റില്ല എന്ന് പറയരുത് മോളെ. ശരി, ഞാൻ വരാം. ആ, ഇത് ഗൗരിക്ക് നന്നായി ചേരുമല്ലേ നന്ദിനി? ഇതെടുക്കാം അല്ലേ? രാജുവേട്ടന്റെ ഡ്രസ് ഒന്നും എടുക്കണ്ടേ? അയ്യോ, എനിക്ക് ഷർട്ടും വേണം, പാന്റും വേണം. അയ്യോ, അതൊന്നും ഇവിടെ ഇല്ല. ദേ അവിടെയാ. പോയി സെലക്ട് ചെയ്. അപ്പോഴേക്കും ഞാൻ സാരി എടുത്തിട്ട് വരാം. ചെല്ല്. അയ്യോ, ഞാൻ സാരി എടുത്തിട്ട് വരാം. ചെല്ലേട്ടാ. നന്ദിനി, ഇങ്ങ് വന്നേ. സ്വാതിക്ക് ഒരു ഫോൺ വന്നിട്ട് ദാ ഇപ്പൊ ഇവിടുന്ന് എവിടേക്കോ പോയിട്ടുണ്ട്. രാവിലെ നമ്മളെ കരയിച്ചതിന് ഒരു നല്ല പണി കൊടുക്കാൻ പറ്റിയ സമയ. ഇതിനകത്ത് വെച്ച് എന്ത് പണി കൊടുക്കാനാ? എടി, സിനിമാ നടൻ നീൽ മഹേഷിന്റെ ഭാര്യയ്ക്ക് ഇവിടെ അഭിമാനം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട ഒരു സംഭവം ഉണ്ടായ ഇന്ന് വൈകുന്നേരത്തെ ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് അതായിരിക്കില്ലേ? അതുള്ള സംഗതി കലക്കും. പക്ഷെ അതിനെന്തോ ഒരു വഴി. ഒരു വഴിയുണ്ട്, അത് ഞാൻ പറയാം. നിങ്ങളെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. എന്തിനാ നിങ്ങൾ എന്നെ തിരക്കി വീട്ടിൽ പോയത്? അച്ഛൻ എന്തെങ്കിലും ചോദിച്ചോ? ചോദിച്ചു. പക്ഷേ ഞാൻ ആ മരുന്നിന്റെ കാര്യത്തിന് വന്നതാണെന്നാ അച്ഛനോട് പറഞ്ഞത്. അതെ, ഞാനിപ്പോ വളരെ സന്തോഷത്തിലും സമാധാനത്തിലാണ് ജീവിക്കുന്നത്. ആരുമില്ലാതെ എവിടെയോ അനാഥയെ പോലെ വളർന്നിട്ടും ദൈവം എനിക്കൊരു നല്ല കുടുംബത്തെ തന്നു. ഇവിടെ എനിക്കിനി ആരുടെയും ഒരു പുതിയ ബന്ധവും ആവശ്യമില്ല. അങ്ങനെ പറയുന്നത് സങ്കടാണ് മോളെ. മോളെ കൊണ്ടുചെല്ലാമെന്ന് ഞാൻ വാക്കു കൊടുത്തുപോയി. ഇയാള് ശരിക്കും ആരാ? വൈദ്യനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നേരിട്ട് ചോദിക്കാം. വാ. വേണ്ട വേണ്ട, തൽക്കാലം ഈ കള്ളക്കളി നമ്മൾ അറിഞ്ഞു അവൾ അറിയണ്ട. മോളെ, ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷേ അത് ചെയ്യേണ്ടി വന്ന സാഹചര്യം കൂടി മോള് മനസ്സിലാക്കണം. സാഹചര്യം
ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അതിനുവേണ്ടി സൃഷ്ടിക്കുന്ന അവസരത്തിന്റെ പേരാണോ ഈ സാഹചര്യം? അതിനേക്കാൾ വലുത് ആ സാഹചര്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ വേദന തന്നെയാ. മോളുടെ രോഷം എനിക്ക് മനസ്സിലാകും. മോൾക്കത് പറയാനുള്ള കാരണവുമുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ. അതുകൂടി കാണാതെ പോകരുതെന്നേ ഞാൻ പറയൂ. നിങ്ങളെപ്പോലെ പ്രായമായ ഒരാൾ എന്നോട് ഇത്രയേറെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഞാൻ വരാതിരിക്കണമെങ്കിൽ ഞാൻ അനുഭവിച്ച സങ്കടങ്ങളുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അറിയാം. പക്ഷേ എന്നാലും മോള് വരാതിരിക്കരുത്. ഒന്ന് കാണാനുള്ള ആഗ്രഹം നിഷേധിക്കരുത്. മതി, ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. നഷ്ടങ്ങളൊക്കെ എന്നും അങ്ങനെ തന്നെ നിന്നാ മതി. മോളെ, അല്ല ഞാൻ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും മരുന്ന് കച്ചവടം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇയാൾ ആരാ? എന്തിനാ ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ വരുന്നത്? അതൊക്കെ നമുക്ക് വഴിയെ അറിയാം. തൽക്കാലം അവൾക്കുള്ള പണി എന്താണെന്ന് നോക്കാം. അവരെ നമുക്ക് നാറ്റിക്കണം. ആൾക്കാരുടെ മുന്നില് അവര് നാണം കെട്ടി തല കുനിച്ചു നിൽക്കുന്ന കാഴ്ച നല്ല രസമായിരിക്കും അല്ലേ ഗൗരിച്ചി? പിന്നല്ലാതെ. നീ വാ വാ. പർച്ചേസ് കഴിഞ്ഞു സർ. കഴിഞ്ഞു. സാർ ഹാപ്പി ആണല്ലോ? അതുകൊണ്ടല്ലേ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരുന്നത്. എന്തായാലും ബില്ലെടുത്തു. ഓക്കെ, ബില്ലെടുത്തോളൂ. സാർ സാർ ഇനിയും വരണം. തീർച്ചയായിട്ടും പർച്ചേസ് വേണ്ടി വരുമ്പോ എപ്പോഴും ഞങ്ങൾ ഇവിടേക്ക് തന്നെയാ വരുന്നത്. അറിയാം. ഓക്കെ സാർ. അപ്പൊ ശരി, ഒരു മിനിറ്റ് നിൽക്കണേ. താൻ അനാവശ്യം പറയരുത്. ഇതാരാണെന്ന് എനിക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ സംഗതി സത്യമാ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ചില്ലറ കാശിന്റെ മുതലൊന്നും അല്ലത്. ശരി, നോക്കാം. അമ്മയുടെ സാരി ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. എന്താ എന്തു പറ്റി? സാറിനോട് ഇങ്ങനെ പെരുമാറുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ സാർ? ഞങ്ങളൊക്കെ ശമ്പളക്കാരായി പോയില്ലേ. ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. നിങ്ങളെ കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ. സാർ, പട്ടുസാരികളുടെ സെക്ഷനിൽ മാഡം സെലക്ട് ചെയ്യാൻ എടുത്തിട്ട പട്ടുസാരികളിൽ ഒന്ന് മിസ്സിങ്ങാണ്. അതിന്? അത് മാഡത്തിന്റെ ബാഗിനകത്തുണ്ടോന്ന് ഞങ്ങളുടെ സ്റ്റാഫിനൊരു സംശയം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഇവിടുത്തെ പട്ടുസാരിയും എന്റെ ഭാര്യ മോഷ്ടിച്ചെന്നോ? അനാവശ്യം പറഞ്ഞാലേ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും അറിയോ? സാറിനെ പോലുള്ള ഒരാളിനോട് ഒരു കാര്യമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ഒരു കയ്യബദ്ധം പറ്റിയതാവാം. മാഡത്തിന്റെ ബാഗ് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ അനുവാദം തരണം പ്ലീസ്. നിങ്ങൾ എന്ത് അസംബന്ധം ഈ പറയുന്നേ? ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് സാരി മോഷ്ടിച്ചെന്നോ? മാഡം, ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഉറപ്പിച്ചിങ്ങനെ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് പ്ലീസ് മാഡം. സ്വാതി, നീ ആ ബാഗ് കൊടുക്ക്, അവര് പരിശോധിക്കട്ടെ. ഈ കടയുമായിട്ട് ഇനി മേലിൽ ഒരു ഇടപാടും വേണ്ട. അതെ, ഞങ്ങൾ അങ്ങനെ ആരുടെ ഒന്നും മോഷ്ടിക്കുന്ന സ്വഭാവക്കാരൊന്നും അല്ല. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. മനഃപൂർവ്വം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുക നിങ്ങള്? അല്ല മാഡം, ഞങ്ങൾ പരിശോധിക്കുന്നില്ല. മാഡം തന്നെ ബാഗ് ഒന്ന് തുറന്നു നോക്കിക്കോളൂ. അതിനകത്ത് ഇല്ലെന്ന് മാഡം പറഞ്ഞാൽ മതി, ഞങ്ങളത് വിശ്വസിച്ചോളാം. സ്വാതി, താൻ തന്നെ നോക്കിയേ വേഗം. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. പിടിക്കേട്ടാ.